ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഡയറക്ഷനിൽ ലിനീഷ് നെല്ലിക്കൽ, അഖിൽ കൃഷ്ണ ആൻഡ് ജൂഡ് ആൻ്റണി ജോസഫ് ഇവരുടെ റൈറ്റിങ്ങിൽ പുറത്തിറങ്ങിയിരിക്കുന്ന തുടക്കം മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ മോള് വിസ്മയ മോഹൻലാൽ. അവരുടെ അഭിനയം അവർ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ പരിപാടികളിൽ അതേപോലെ ഇൻ്റർവ്യൂകളിലൊക്കെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്തത് ആ ഒരു നിഷ്കളങ്കമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അവർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ എങ്ങനെയോ അതേപോലെ റിയലിസ്റ്റിക്കായിട്ട് തന്നെ ഈ സിനിമയിലും നിഷ്കളങ്കമായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. പക്ഷേ ആ കഥാപാത്രത്തെക്കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് ഈ സിനിമയിൽ എല്ലാവരെയും തന്നെ വിറപ്പിക്കുന്ന ഒരു കിടിലൻ കഥാപാത്രം ഇതിലുണ്ട്. അപ്പോൾ ആ കഥാപാത്രം ഈ സിനിമയിലുള്ള പോലെ ഇത്രയധികം നന്നായി വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഈ സിനിമ ഒന്നിനും കൊള്ളില്ലായിരുന്നു, ഒന്നിനും കൊള്ളില്ല. കാരണം ഇതിൽ കുറേ ലാഗൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിരസത ചില സമയങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു പവറിൽ സിനിമ അങ്ങനെ പോവുകയാണ്. അത് മറ്റാരുമല്ല, ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മോൻ ആശിഷ് ജോയ് ആൻ്റണിയും ഈ സിനിമയിലുണ്ട്. പുള്ളിയുടെ ആ ഒരു വില്ലൻ വേഷം പുള്ളി കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. പുള്ളിക്ക് ശരിക്ക് ഞാൻ വിചാരിച്ച് ഇതിൽ പുള്ളി ഊമയാണെന്നാണ് വിചാരിച്ച്. തുടക്കം മുതൽ അവസാന നിമിഷത്തിന് കുറച്ച് മുമ്പ് വരെയും പുള്ളി ഒരു ഡയലോഗ് പോലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി ഉണ്ടോയെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ പുള്ളി പറയുന്നില്ല. അവസാനം മാത്രം രണ്ട് വാക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് പുള്ളി വാ തുറക്കുന്നുള്ളത് എന്നെ മനസ്സിലായത്. പക്ഷേ അങ്ങനെ ഊമയെപ്പോലെ ഇരുന്നു കൊണ്ട് പുള്ളിയുടെ അഭിനയം ശരിക്കും ലിയോ സിനിമയിൽ ആ വിജയിൻ്റെ കോഫി ഷോപ്പിലേക്കൊരു വില്ലൻ കയറി വരുന്നില്ലേ, ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞിട്ട്. ലോക സിനിമയിലും പുള്ളി വില്ലനാണ്, സാൻഡി മാസ്റ്റർ. അങ്ങേരെ ആരും മറക്കില്ല ലിയോയിൽ. പുള്ളി എങ്ങനെയാണോ അതിൽ കിടിലനായിട്ട് ആ വില്ലൻ റോൾ ചെയ്തത്, ആ ഒരു വില്ലനെയാണ് എനിക്കിതിൽ ആശിഷ് ജോയുടെ ഈ സിനിമയിലെ ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഏകദേശം ഈക്വലാണ് രണ്ട് കഥാപാത്രങ്ങളും. നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആ ഒരു ഇടയിലുള്ള ലാഗ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത് നമുക്ക് പുള്ളിയിൽ നിന്ന് എന്തൊക്കെയോ ഇനി വരാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ ലാഗ് തൽക്കാലം നമുക്ക് അവിടെ മറക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ആശിഷ് ജോയ് ആൻ്റണിക്ക് ഇടയിൽ ഒരു കിടിലൻ സംഭവം കൊടുക്കാമായിരുന്നു, എന്നാൽ ഒന്നുകൂടി ചൂട് പിടിക്കുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പുള്ളി ഇതിൽ പവർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാലേട്ടൻ ഈ സിനിമയിലുണ്ട്, പക്ഷേ എന്തിനുണ്ടായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളി ഈ സിനിമയിലെ കഥാപാത്രം എന്താണോ അതിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ഒരു വില്ലന്മാരെയൊക്കെ വെച്ച് ഒരു ആക്ഷനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. അത് ലാലേട്ടന് പറ്റിയ ആക്ഷനൊന്നും അല്ല അത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ആക്ഷൻ്റെ രീതിക്ക് ഈ സിനിമയിൽ അത്ര പോരാ. അതൊരു കോമഡി പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ലാലേട്ടൻ അവിടെ ഒരു ആക്ഷൻ കൊടുക്കാതെ വെറും ഡയലോഗിൽ അവസാനിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ ലാലേട്ടന് ഇതിൽ നല്ല കിടിലൻ സംഭവം ഒരെണ്ണം കൊടുക്കണമായിരുന്നു, അതുണ്ടായിട്ടില്ല. എന്തായാലും ലാലേട്ടൻ തന്നെ അത് വേണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും, കാരണം മോൾ ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇനി വിസ്മയനെ കുറിച്ച് പറയാം. വിസ്മയ ഇതിൽ കിടിലൻ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ നിഷ്കളങ്കമായിട്ട് പോയ കഥാപാത്രമാണെങ്കിലും സമൂഹത്തിലുള്ള തൻ്റെ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണർത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വിസ്മയ ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ വിസ്മയ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ലാലേട്ടനെ പോലെ വിസ്മയ കാലുപൊക്കി ഉള്ള ആക്ഷനൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ലാലേട്ടൻ അത്രയൊന്നും കാല് പൊക്കുന്നില്ല മോനെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ആ ചോദിച്ച വ്യക്തിക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്, കിടിലൻ സംഭവം ഈ സിനിമയിലുണ്ട്. എന്നിരുന്നാലും വിസ്മയയ്ക്കും ഇടവേള കഴിഞ്ഞിട്ട് ഒരു കിടിലൻ സംഭവം കൊടുക്കാമായിരുന്നു. എന്നാൽ അവിടെ ഒരു ലാഗ് ഇല്ലാതെ നമുക്കത് അങ്ങനെ സിനിമ കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിനിമ ഭയങ്കര ലാഗാണെന്നല്ല കേട്ടോ. സിനിമ നല്ല സിനിമ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വിസ്മയം അതെ, ആശിഷ് ജോയ് അതെ, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരാണ് ഈ സിനിമയിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ ബോബി കുര്യൻ വില്ലനായിട്ട് ആസ്ഥാന വില്ലൻ അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വില്ലത്തരമൊന്നും
ആശിഷിൻ്റെ അത്രയ്ക്ക് ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആശിഷ് താഴേക്ക് പോവില്ലേ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ആശിഷും വിസ്മയും തന്നെയാണ് ഈ സിനിമയിലെ പ്രധാന ബിന്ദുക്കൾ, കേന്ദ്ര ബിന്ദുക്കൾ. അവർ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഫാമിലി ആയിട്ട് തന്നെ പോയി കണ്ടിരിക്കാനുള്ള വകയുണ്ട് കേട്ടോ. അതിനുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. വിസ്മയ ഈ സിനിമയിൽ ചില സീനുകളിലൊക്കെ അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒന്ന് ഡൗൺ ആകുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ മോളാണ് എന്നുള്ള ആ ഒരു കഴിവ് വിസ്മയ ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിസ്മയയും ആശിഷും എന്തായാലും അവരുടെ തുടക്കം തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട്.